ഹലോ മക്കൾസ്, അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമുക്കൊരു ചോദ്യം ചെയ്താലോ? ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഒരു 2 മാർക്കിന്റെ ചോദ്യം കേട്ടോ. വാട്ട് ഈസ് ബ്ലഡ് പ്രഷർ? എന്താണ് രക്തസമ്മർദ്ദം? ആൻഡ് വാട്ട് ഈസ് ദ ബ്ലഡ് പ്രഷർ ലെവൽ ഓഫ് എ ഹെൽത്തി പേഴ്സൺ? ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള നല്ല ഗുഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി പേഴ്സന്റെ രക്തസമ്മർദ്ദം എത്ര, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എത്ര എന്നുള്ളതാണ്. ഈ 2 ചോദ്യത്തിന്റെയും ആൻസർ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തു കൊടുക്കണം. നോക്കാം. വാട്ട് ഈസ് ബ്ലഡ് പ്രഷർ? എന്താണ് രക്തസമ്മർദ്ദം? നമുക്കറിയാം, ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. ഹൃദയം സങ്കോചിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വിശ്രമാവസ്ഥ പ്രാപിക്കുന്നുണ്ട്. ഹൃദയം ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. ഹൃദയം സങ്കോചിക്കുന്നുണ്ട്, വിശ്രമാവസ്ഥ പ്രാപിക്കുന്നുണ്ട്. ഈ ഹൃദയം സങ്കോചിക്കുമ്പോഴും വിശ്രമാവസ്ഥ പ്രാപിക്കുമ്പോഴും അവിടെ എന്തുണ്ട്? ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. ഇതാ ദ ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ. അതൊരു പ്രഷറാണ്. ബ്ലഡ് പ്രഷർ എന്തായാലും പ്രഷർ ആവുമല്ലോ. ഓക്കെ, ഈസ് ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ്. അത് ആർട്ടറികളിൽ, ധമനികളിലാണ് അനുഭവപ്പെടുക. എപ്പോൾ? വെൻ ദ ഹാർട്ട് കൺട്രാക്ട്സ് ആൻഡ് റിലാക്സസ്. ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അല്ലെങ്കിൽ ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണെന്ത്? രക്തസമ്മർദ്ദം. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. ഹൃദയം സങ്കോചിക്കുമ്പോഴും വിശ്രമാവസ്ഥ പ്രാപിക്കുമ്പോഴും, ഹൃദയം കോൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും ആർട്ടറിയിൽ, ധമനികൾ, നമ്മുടെ ധമനി എന്ന് പറഞ്ഞൊരു ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, ആ ധമനിയിൽ അനുഭവപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് പ്രഷർ ആണെന്ത്? ബ്ലഡ് പ്രഷർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൃദയം കൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റോൾ ആണ്. ഹൃദയം എന്താണ്? പൂർവ്വസ്ഥിതി പ്രാപിക്കുക അല്ലെങ്കിൽ ഹൃദയം റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയസ്റ്റോൾ ആണ്. അപ്പോൾ ഹൃദയം കൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴുള്ള പ്രഷറാണ് എന്ത്? ബ്ലഡ് പ്രഷർ. അങ്ങനെയെങ്കിൽ നമുക്ക് അതിന് എങ്ങനെയും പറഞ്ഞൂടെ? എന്താണ് പ്രഷർ എക്സേർട്ടഡ് ഡ്യൂറിങ് ദ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. കൺട്രാക്ട് ചെയ്യുന്നതാണ് സിസ്റ്റോൾ. ഇനി എന്താണ്? പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്, റിലാക്സ് ചെയ്യുന്നതാണ് എന്ത്? ഡയസ്റ്റോൾ. അപ്പോൾ ഹൃദയം കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സിസ്റ്റോളിന്റെ സമയത്തും ഹൃദയം റിലാക്സ് ചെയ്യുന്ന സമയത്ത്, അതായത് ഡയസ്റ്റോളിന്റെ സമയത്ത്, ഈ 2 സമയത്തും നടക്കുന്ന പ്രഷറാണ് എന്ത്? ബ്ലഡ് പ്രഷർ. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. അപ്പോൾ ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ഡ്യൂറിങ് ദ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. സിസ്റ്റോളിന്റെ സമയത്തും ഡയസ്റ്റോളിന്റെ സമയത്തുള്ള ഒരു പ്രഷറാണെന്ത്? ബ്ലഡ് പ്രഷർ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ് വെൻ ദ ഹാർട്ട് കൺട്രാക്ട്സ് ആൻഡ് റിലാക്സ്. ഹൃദയം സങ്കോചിക്കുമ്പോഴും വിശ്രമാവസ്ഥ പ്രാപിക്കുമ്പോഴും ധമനികളിൽ, എവിടെയാണ്? ധമനികളിൽ, ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന ഒരു തരം മർദ്ദമാണെന്ത്? ബ്ലഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ സങ്കോചിക്കുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴൊക്കെ പ്രഷർ ഉണ്ട്, നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ആരോഗ്യമുള്ള ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ആരോഗ്യമുള്ള ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? ആരോഗ്യമുള്ള ഒരാളുടെ രക്തസമ്മർദ്ദം 120/80 mmHg. ഓക്കെ, 120/80 mmHg. ഇതാണെന്ത്? ആരോഗ്യമുള്ള ഒരാളുടെ എന്താണ്? ഒരാളുടെ രക്തസമ്മർദ്ദം. 120 എന്താണ്? സിസ്റ്റോളിക് ആണ്. 80 എന്താണ്? ഡയസ്റ്റോളിക് ആണ്. അപ്പോൾ 120/80 mmHg എന്നെന്ത് ചെയ്യണം? ആലോചിക്കണം. ഓക്കെ, അതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്തത്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു 2 ചിത്രം തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് എബോവ് ഇൻസ്ട്രുമെന്റ്. മുകളിൽ നൽകിയിട്ടുള്ള ഉപകരണങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പേര് ഞാൻ എഴുതി തരാം. അതൊരു ദുരന്ത പേരാണ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇതിന്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ ചെയ്യണം. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടണം. ഓക്കെ, നോക്കാം. ഈ ചിത്രത്തിന്റെ പേരെന്താണ്? ഈ ചിത്രം ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു മരക്കുറ്റി പോലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ മനസ്സിലാക്കണം അതെന്താണ്? അത് സ്ഫിഗ്മോ മാനോമീറ്റർ. എന്താണ്? സ്ഫിഗ്മോ മാനോമീറ്റർ. ഏതാ പേരില്ലേ? സ്ഫിഗ്മോ മാനോമീറ്റർ. കിടിലം പേര്, കിണ്ണം കാച്ചിയ പേര്. സ്ഫിഗ്മോ മാനോമീറ്റർ. സ്ഫിഗ്മോ മാനോമീറ്റർ. എന്താ പേര്? സ്ഫിഗ്മോ മാനോമീറ്റർ. അങ്ങനെയെങ്കിൽ ഇതെന്താന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഇത് സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള നമ്പർ വക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പേര് തന്നെ ഉണ്ട് ഡിജിറ്റൽ. ബാക്കി എന്തോ ഒരു സാധനമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇതാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കും. ഈ ചിത്രം ആരാ ചോദിച്ചാൽ നിങ്ങൾ പറയണം സ്ഫിഗ്മോ മാനോമീറ്റർ. ഇവർ രണ്ടാളുടെയും പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. രക്തസമ്മർദ്ദം എന്ത് ചെയ്യുക? അളക്കുന്ന ഉപകരണമാണ് ഈ സ്ഫിഗ്മോ മാനോമീറ്ററും പിന്നെ ഈ ചങ്ങായി ആരാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.